Hi everyone, Assalamualaikum. Welcome back to Simply You Can. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡ്രീം ക്യാച്ചർ ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് ട്ടോ. അപ്പോൾ ഒരു വെറൈറ്റി ഡ്രീം ക്യാച്ചർ ആണ്. അപ്പോൾ എങ്ങനെയാണെന്ന് കണ്ടു നോക്കൂ. അതിന്റെ മുന്നേ നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. ഡ്രീം ക്യാച്ചർ ഉണ്ടാക്കുന്നത് CD ഉപയോഗിച്ചിട്ടാണ് ട്ടോ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് 2 CD എടുത്തിട്ടുണ്ട്. എന്നിട്ട് CDന്റെ ആ മുകൾ ഭാഗത്തില്ല തിളങ്ങുന്ന ഭാഗം നമുക്ക് പറിച്ചു കളയണം. അപ്പോൾ അതിനെ സീഡിന്റെ മുകളിൽ ചെറിയൊരു സ്ക്രാച്ച് ഉണ്ടായി കൊടുക്കുക. ഒരു കത്തി വെച്ചിട്ട് ഒരു ബ്ലേഡ് വെച്ചിട്ട് എന്തെങ്കിലും ഒന്നിങ്ങനെ ചുരണ്ടി കൊടുത്താൽ മതി. എന്നിട്ട് ടേപ്പ് വെച്ചിട്ട് പറിച്ചെടുക്കാൻ കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ക്ലിയർ ടേപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ മുഴുവനായിട്ട് പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ 2 സീഡിയും ഞാൻ അങ്ങനെ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു വൈറ്റ് പേപ്പറാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലൊരു ഫെദറിൻ്റെ ഒരു തൂവലിൻ്റെ ഷേപ്പ് വരച്ചെടുക്കണം. എന്നിട്ട് അത് CDയിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം പേപ്പറിലൊന്ന് വരച്ചെടുക്കുക. അപ്പോൾ CDന്റെ സൈസ് നിങ്ങളൊന്ന് നോക്കണം കേട്ടോ, എന്നാലേ നമുക്ക് കറക്റ്റ് CDയിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. പേപ്പറിൽ വരക്കണതിന് പകരം CDയിൽ ഡയറക്റ്റ് ആയിട്ട് ഫെദറിൻ്റെ ഷേപ്പ് വരച്ച് കട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ. പേപ്പറിൽ വരച്ചുകൊണ്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് ആ CDന്റെ മുകളിലായിട്ട് വെച്ചിട്ട് ഒരു മാർക്കർ പെന്ന് വെച്ചിട്ടൊന്ന് ട്രേസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലത്തെ 3 ഫെദറിൻ്റെ ഷേപ്പാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ ഒരു വൈറ്റ് പേപ്പറാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് CDന്റെ ടോട്ടൽ ഡയമീറ്റർ വരുന്നത് 12 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. അപ്പോൾ അതിന് പകുതി 6 സെൻറ്റിമീറ്റർ എടുത്തിട്ട് ഒരു സർക്കിൾ വരച്ചു കൊടുക്കുന്നുണ്ട്. CDന്റെ സെൻറ്ററത്തെ ആ സർക്കിളും വരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ 3 സെൻറ്റിമീറ്ററിൽ ഒരു സർക്കിളും കൂടെ അതിൻ്റെ അകത്ത് തന്നെ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിൽ കുറച്ച് പെറ്റൽസ് വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ആ 3 സെൻറ്റിമീറ്റർ അളവ് അനുസരിച്ചാണ് ഇതുപോലെ നമ്മൾ വരയ്ക്കുന്നത്. ഇതെല്ലാവർക്കും അറിയുന്നുണ്ടാവും, എന്നാൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ നിങ്ങൾ ഇതേ പാറ്റേൺ തന്നെ വരയ്ക്കണം എന്നൊരു നിർബന്ധമില്ല കേട്ടോ. നിങ്ങൾക്ക് ഈസി ഏതാണോ ആ പാറ്റേൺ വരച്ചു കൊടുത്താൽ മതി. അപ്പോൾ 6 പെറ്റൽസ് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി 2 പെറ്റലിൻ്റെ ആ ഒരു ഗ്യാപ്പിൽ ചെറിയൊരു പെറ്റലും കൂടെ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ഇതുപോലെയാണ് കേട്ടോ വരച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ആ മുകളത്തെ സർക്കിളിലും കുറച്ച് പെറ്റൽസ് വരച്ചു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പേപ്പർ പീസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു പെറ്റലിൻ്റെ ഷേപ്പ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കോമ്പസ് വെച്ചിട്ട് വരച്ചു കൊടുക്കുക. അപ്പോൾ ആ പേപ്പർ അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് വെച്ചിട്ട് പെറ്റലിൻ്റെ ഷേപ്പ് വരച്ചു കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ ശരിക്കും മനസ്സിലാവുന്നുണ്ടാവും കേട്ടോ, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ പേപ്പറിൽ മുഴുവനായിട്ട് അങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം CDക്ക് ട്രേസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഞാൻ മാർക്കർ പെന്ന് വെച്ച് വരച്ചിട്ടാണ് അതിൻ്റെ മുകളിൽ 3D ലൈനർ ഉപയോഗിച്ചിട്ട് വരക്കുന്നത്. അപ്പോൾ അതിന് പകരം നിങ്ങൾക്ക് ഇപ്പം തന്നെ 3D ലൈനറോ ഗ്ലാസ് ലൈനറോ ഉപയോഗിച്ചിട്ട് വരച്ചു കൊടുക്കുക. അപ്പോൾ അതാ ഇതുപോലെ ആ CDക്ക് മുഴുവനായിട്ട് ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഫെദറിൻ്റെ ഷേപ്പ് ഉണ്ടല്ലോ, അതിലും അതിൻ്റെ ലൈൻസൊക്കെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ 3D ലൈനറാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ട്രേസ് ചെയ്തിട്ടുള്ള അതിൻ്റെ മുകളിൽ കൂടെയൊക്കെ ഒന്നുകൂടെ വരച്ചു കൊടുക്കുകയാണ്. ഇതുപോലെ മുഴുവനായിട്ട് വരച്ചതിന് ശേഷം കുറച്ച് നേരം ഡ്രൈ ആക്കാൻ വെക്കണം കേട്ടോ. എന്നിട്ടാണ് അതിൻ്റെ അടുത്ത വർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ ഞാൻ ഗ്ലാസ് പെയിൻ്റാണ് എടുത്തിട്ടുള്ളത്. ബ്ലൂ കളറും വൈറ്റ് കളറും വെച്ചിട്ടാണ് ഇപ്പോൾ ഇത് മുഴുവനായിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം അതിൻ്റെ സെൻറ്ററിൽ ബ്ലൂവും വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ട് ലൈറ്റ് ബ്ലൂ ആക്കിയിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഗ്ലാസ് പെയിൻറ്റ് ഉപയോഗിക്കുമ്പോൾ എയർ ബബിൾസ് ഒന്നും വരാതെ മാക്സിമം നോക്കണം കേട്ടോ. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു നീഡിലോ അല്ലെങ്കിൽ പെയിൻറ്റിങ് ബ്രഷോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി.
അപ്പോൾ ദാ CD-യിൽ മുഴുവനായിട്ട് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ആ ഫെദറിലാണ് കേട്ടോ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ മുകൾ ഭാഗത്ത് ബ്ലൂ കളറും താഴേക്ക് വരുമ്പോൾ വൈറ്റ് കളറുമാണ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ 3 ഫെദറും പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഉണക്കിയെടുക്കണം. അപ്പോൾ ഞാൻ അതെല്ലാം പെയിൻറ്റ് ചെയ്ത് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ആ സീഡിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ഹോൾ വരുന്നുണ്ടല്ലോ, അവിടെ ഒരു സീഡിൻ്റെ പീസ് കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് അതിന് വൈറ്റ് അക്രലിക് പെയിൻറ്റും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. CD-യിൽ 5 സ്ഥലത്തായിട്ട് ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഫെദറിൻ്റെ ആ ഷേപ്പിൽ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഫെദർ തൂക്കാൻ വേണ്ടിയിട്ട് ഞാൻ ത്രെഡിന് പകരം ഇതുപോലത്തെ ഫിഷ് വയറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈർമ്പ എന്നൊക്കെ പറയില്ലേ, അതാണ് എടുത്തിട്ടുള്ളത്. ഇനി ആ 3 ഫെദറും ആ CD-യിലൊന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫിഷ് വയറിൻ്റെ 2 സൈഡിലും കെട്ടിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഫെദറിൻ്റെ ആ ഭാഗത്തും അതുപോലെ CD-ൻ്റെ ബാക്ക് സൈഡിലായിട്ടും കെട്ടിട്ട് കൊടുത്താൽ മതി. ആ കെട്ടിട്ട് കൊടുത്തിട്ടുള്ള ആ ഒരു ഭാഗത്ത് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ലൈറ്റർ വെച്ചിട്ട് ഒന്ന് ഉരുക്കി കൊടുത്താൽ മതി കേട്ടോ. ഈ ഫിഷ് വയർ ആയതുകൊണ്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. ഇനി ഡ്രീം ക്യാച്ചർ തൂക്കിയിടാനുള്ള ആ ഒരു ത്രെഡ് കെട്ടാൻ വേണ്ടിയിട്ട് 2 റിങ് ആണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ആ ഹോളിൽ ഈ റിങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതുമ്മയാണ് ഞാൻ ഫിഷ് വയർ കെട്ടി കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാവർക്കും ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ CD ഉള്ളവരൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനിയിപ്പോൾ ഗ്ലാസ് പെയിൻറ്റ് ഇല്ലെങ്കിൽ അത് ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്തുകൊണ്ട് പിക്ചേഴ്സൊക്കെ അയച്ചു തരണേ. വാട്സപ്പ് വഴി അയച്ചു തന്നാൽ മതി കേട്ടോ. വാട്സപ്പ് നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാ ദിവസവും 5:30ക്കാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാറുള്ളത്. അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടിയില്ലെങ്കിലും നിങ്ങൾ വന്ന് നോക്കിയാൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ട്രൈ പിക്ചേഴ്സ് ഉണ്ട് കേട്ടോ. ഓണം ഗ്രീറ്റിംഗ് കാർഡാണ് എല്ലാവരും അയച്ചു തന്നിട്ടുള്ളത്. അമൃത വടകര, മാജിദ പടിഞ്ഞാറങ്ങാടി, ജോസ് അലക്സ് ചുങ്കത്തറ നിലമ്പൂർ. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുന്ന പിക്ചേഴ്സൊക്കെ ഇതുപോലെ അയച്ചു തരൂ കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലൊക്കെ ആയിട്ട് ഉൾപ്പെടുത്താം. അപ്പോൾ നമ്മൾ CD വെച്ചിട്ട് ഇതിന് മുന്നേ ചെയ്തിട്ടുള്ള ക്രാഫ്റ്റുകളാണ് കേട്ടോ ഇത്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഇതും കൂടെ പോയി കണ്ട് നോക്കണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഒരു അടിപൊളി ക്രാഫ്റ്റുമായിട്ട് വരാം. താങ്ക് യു.